ഞാനിന്ന് കൊല്ലത്തോട്ടാണ് പോണത്. നേരെ ബസ്സൊക്കെ പിടിച്ച് അങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. ആലുവ ഇപ്പോഴത്തേനും ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടോ. 2017 കാലഘട്ടത്തിൽ ഞാൻ നിന്ന ഒരു കടയുണ്ടത്. ആ കടനെ പറ്റി ഞാനൊരു വീഡിയോ ഒരു ദിവസം ചെയ്യുന്നുണ്ട്. എന്റെ നിഴൽ നോക്കി നടന്ന് അങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇതാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ. എല്ലാവർക്കും ആലുവക്കാർക്കൊക്കെ നല്ല പരിചയം ഉണ്ടാവും. ട്രെയിനിൽ നോക്കി ഇരുന്ന് അവസാനം ട്രെയിൻ വന്നിട്ടോ. ഏകദേശം ഒരു 2-3 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ 2 ട്രെയിൻ ഉണ്ടായിരുന്നു. എനിക്കിട്ട് കയറേണ്ട ട്രെയിൻ ഇതായിരുന്നില്ല, ഇത് കഴിഞ്ഞിട്ടുള്ള ട്രെയിനായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ ഈ ട്രെയിനിൽ തന്നെ പോയി. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്റെ മനസ്സിൽ വന്നത് ഒരു പാട്ടുണ്ട് കേട്ടോ, ഇല്ലത്തെ കല്യാണത്തിന്. അതും പാടിക്കൊണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടിരുന്നത്. ഗൈസ് അങ്ങനെ കൊല്ലം ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം വന്ന വഴിയല്ല ഇത്. ഏകദേശം 3-4 വർഷത്തിന് മുന്നെയാണ് ഞാൻ അവിടെ വന്നത്. അപ്പോൾ ആ ഒരു വഴി ഞാൻ മറന്നു പോയിട്ടോ. അങ്ങനെ ഈ ഒരു പെൺകുട്ടിയാണ് എനിക്ക് വഴി കാണിച്ചു തന്നത്. ഞാൻ ചെറുതായിട്ട് വഴി തെറ്റി അവിടെയൊക്കെ കറങ്ങിയായിരുന്നു. വീട്ടിലോട്ട് കയറി ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതേ ടേബിള് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതെന്റെ കസിൻ ബ്രദറാണ്. ഇവൻ അത്യാവശ്യം അടിപൊളിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ പണി സൈറ്റിൽ ഇവനാണ് ബെസ്റ്റ് എന്ന് പറയണത്. എന്താ മിസ്റ്റർ പെർഫെക്റ്റ് എന്നാണ് ഇവനെ പണി സൈറ്റിൽ വിളിക്കുക. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഇപ്പം ഈ ഒരു സ്ഥലം കണ്ടോ, ഈ ഒരു സ്ഥലം മൊത്തം മറ്റേ റബ്ബറിൻ്റെ ഇതായിരുന്നു. നിങ്ങളൊക്കെ ഇറക്കാൻ വഴിയിലേന്നാവും. അപ്പോൾ റബ്ബറിൻ്റെ തോട്ടമായിരുന്നു. അപ്പോൾ അതേ അവിടെ വീടുകളൊക്കെ ഒന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാട്ടോ. അവിടെ മൊത്തം റബ്ബറിൻ്റെ തോട്ടമുണ്ട്. ഇപ്രാവശ്യം വന്നപ്പോൾ മൊത്തം റബ്ബറും വെട്ടി അവിടെ പെരകൾ പണിതേക്കണം, അവിടെ വീടുകൾ പണിതേക്കണം. പക്ഷെ ഇവിടെ വീടുകൾ താമസിക്കുന്ന ആൾക്കാർക്ക് നല്ല പണി കിട്ടും കേട്ടോ. എന്താണെന്നറിയോ, ഈ കാട്ടരുമ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, അവിടെ ഭയങ്കര ഏരിയയാണ്. അതിൻ്റെ ഒരുപാട് ടേബിളും കാര്യങ്ങളൊക്കെ വർക്ക് എടുത്ത് ഏതാണ്ട് 5 ലക്ഷം രൂപയുടെ വർക്കൊക്കെ ഇവൻ ഒറ്റയ്ക്കെടുത്ത് ചെയ്തിട്ടുണ്ട്. അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. കണ്ട പറയൂല എന്ന് മാത്രമേ ഉള്ളൂ, ആള് ചെറുതാണ്. ഈ ഒരു സീലറും പിടിച്ചിരിക്കുള്ള ഇവനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇളയതിട്ടാ. ഇവനങ്ങനെ നാണവും മാനൊന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ എങ്കിലും എന്താ പറയുമ്പോൾ മുണ്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മറച്ച് പിടിക്കുന്നത്. സീലറിൽ കളർ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ കളർ ചേഞ്ച് വരുത്തുന്നത്. ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുന്ന കളർ എന്ന് പറയുന്നത് കോഫി ബ്രൗൺ എന്ന് പറഞ്ഞൊരു കളറാണ് കേട്ടോ. ഇത് ഭയങ്കര റേറ്റ് കൂടിയ കളറാണ്. ഓരോ കളറിനനുസരിച്ചിട്ടാണ് ഇവർ റേറ്റ് പറയണത്. ഈ ഒരു ഡൈനിങ് ടേബിൾ പണിതേക്കുന്നത് വീട്ടിൽ തന്നെ ഇട്ടാണ്ടാ. ഗൂഗിളിൽ ഞങ്ങളുടെ കയറിയിട്ട് ഒരു ടേബിളിന്റെ ഡിസൈൻ ഡൗൺലോഡ് ആക്കിയിട്ട് അപ്പോൾ ആ ഒരു ഡിസൈൻ റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു ടേബിൾ ഇവൻ ഉണ്ടാക്കിയേക്കുന്നത്. ആ വൈറ്റ് കളറുള്ള പോർഷനിലേക്ക് ഇവൻ എന്തോ ഒരു ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയല്ലേ കാണാനായിട്ട്. ഇതിന്റെ മേലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് വരും. അപ്പോൾ അടിയിൽ കല്ലൊക്കെ വരുമ്പോൾ നല്ല രസമുകൾ കാണാനായിട്ട്. ഈ ഒരു കളറാണ് കേട്ടോ, കോഫി ബ്രൗൺ. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഞാനൊരു ചെറിയൊരു ഫംഗ്ഷനിലായിരുന്നു. എൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പഴവും കാര്യങ്ങളൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വീട്ടിലോട്ട് തിരിച്ചു വന്ന സമയത്താണ് ഈ ഒരു കാർ കാണുന്നത്. ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ എയറിലാണ് പ്ലേ ചെയ്യുന്നത്. ഈ വീഡിയോയിലുള്ള അതേ ഓഡിയോ തന്നെയാണ് നിങ്ങൾ കേട്ടത്. ഞാൻ സെപ്പറേറ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വോയിസ് ക്വാളിറ്റി എങ്ങനെയുണ്ട്? അത്യാവശ്യം കുഴപ്പമില്ലല്ലേ ഗൈസ്? അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ.